ഹലോ, ഇവനാണ് മീൻകായ. നമ്മുടെ കല്ലുമ്മക്കായൻ്റെ ചെങ്ങായിട്ട് വരും, പരിചയപ്പെട്ടാലോ? അതിനായി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ തലൈവനായ കിങ് ഫിഷ് അയക്കൂറിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തൊന്ന് പൊരിച്ചെടുക്കാം. കുനുകുന അരിഞ്ഞ പച്ചക്കറിയെല്ലാം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ കരിവേപ്പിലൊന്ന് മുറിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ബാലൻസാക്കി നമ്മുടെ മീനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്ത് ചേർക്കണം. 1 ടീസ്പൂൺ നിറയെ ഇൻസ്റ്റൻറ്റ് ഫിഷ് മസാലയാണ് ഇത്. അതും കൂടെ ചേർത്ത് കുറച്ച് ലെമൺ ജ്യൂസും മല്ലിയിലയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഫിഷ് മസാല ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി. പിന്നീട് നമുക്കൊരു മാവ് വേണം. കഴിഞ്ഞ ദിവസം നമ്മൾ കല്ലുമ്മക്കായ് നിറച്ചതുണ്ടാക്കിയപ്പം ഒരു മാവ് തയ്യാറാക്കിയില്ലേ? കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം. കല്ലുമ്മക്കായ് നിറച്ചത് നോക്കിയാൽ ഈ മാവിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. നല്ല ഈവൻ തിക്നെസ്സിലേക്ക് ഇതൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മീനിൻ്റെ ആ മസാല എടുത്ത് ഇതിനെ നടുക്കോട്ട് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഷേപ്പാക്കി എടുക്കില്ലേ, അതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തേക്കാൻ മറക്കല്ലേ. അതും കൂടെ തേച്ചിട്ട് ഉന്നക്കായ്ക്ക് ഷേപ്പാക്കുന്ന പോലെ നല്ലോണം റോളാക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഏത് മീനും യൂസ് ചെയ്യാം കേട്ടോ. ആവോലി, അയല, ഏത് മീനും യൂസ് ചെയ്യാം. ചെമ്മീനൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ, ബീഫ് എന്ത് വെച്ചിട്ടും കൽമാസ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം നല്ല ഷേപ്പാക്കിയതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാനുണ്ട്. നമ്മൾ കല്ലുമ്മക്കായ്ക്ക് ചെയ്ത അതേ പരിപാടി തന്നെ. ഒന്ന് 20 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുത്ത് നമ്മൾ ആവി കയറ്റിയ കൽമാസിനെയൊക്കെ ഒന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നമ്മുടെ ചെങ്ങായി റെഡി.